ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിയസ് ആൻഡ്. സോ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി പറ്റി നമ്മൾ സാധാരണക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലിപ്പനി എന്ന രോഗം ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതിൽ ലെപ്റ്റോസ്പൈറ എന്നാണ് രോഗാണുവിൻ്റെ പേര്. അതൊരു ബാക്ടീരിയ ആണ്. ഇത് കാണപ്പെടുന്നത് എലിമൂത്രം, അതുപോലെ പശു, കന്നുകാലികൾ, നായ്ക്കൾ, പൂച്ച, കുറുക്കൻ, എലി പോലുള്ളവയുടെ മൂത്രത്തിലാണ് ഈ രോഗാണു കാണപ്പെടുക. ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിനാണ് നമ്മൾ ഒരു എലിപ്പനി രോഗിയായിട്ട് മാറപ്പെടുന്നത്. ഇതിനുണ്ടാവുന്ന പൊതുവിൽ നമുക്കെന്താ, എലി വളരുന്ന സാഹചര്യം തന്നെ നമ്മൾ വീടിന് ചുറ്റും അലക്ഷ്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഇടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഉണ്ട്. ബട്ട് സ്റ്റിൽ കൂടുതൽ സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ അലക്ഷ്യമായിട്ട് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എലിയുടെ പ്രസൻസ് കൂടുതൽ കാണും. അവിടെ അവർ മാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ മാളങ്ങളിൽ മഴക്കാലം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന നമ്മുടെ കന്നുകാലികളുടെ എന്നൊക്കെ പറയുമ്പം യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയയുടെ ക്വാണ്ടിറ്റിയും ഭയങ്കര കൂടുതലായിട്ടിരിക്കും. ഈ പറയുന്നവയൊക്കെ വളർത്തുന്ന വീടുകളിലെ മണ്ണിൽ അല്ലെങ്കിൽ ഈ മൂത്രങ്ങൾ കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ തന്നെ ഈ മൂത്രം ആയാൽ തന്നെ ഈ രോഗാണുവിൻ്റെ പ്രത്യേകത തന്നെ അത് കുറച്ച് കൂടുതൽ സമയം ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ ഒരു മഴക്കാലം വേനൽ സമയത്താണെങ്കിലും അവിടെ എലിയുടെ പ്രസൻസ് കൂടുതലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കന്നാലികളെ വളർത്തിയ സാഹചര്യം അവിടെ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ പോലും മഴക്കാല സമയത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ഈ എലിമാളങ്ങളിൽ വെള്ളം കയറി നിറയും. അല്ലാതെ നമ്മുടെ മണ്ണിൽ ഈർപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം, അണുക്കൾ എപ്പോഴും രോഗാണുക്കൾ ഈർപ്പമുള്ള സമയത്ത് നന്നായിട്ട് ഗ്രോത്ത് ആവും, ഭയങ്കര ആക്റ്റീവ് ആവുന്നൊരു സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ അണുവിൻ്റെ കേസിൽ ഇത് മണ്ണിൽ കൂടുതൽ ടൈം ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. മഴ ചെന്ന് ഈർപ്പം തട്ടുകയും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് രോഗാണു കുറച്ചുകൂടെ ആക്റ്റീവായി നമ്മൾ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ മോശം മലിനജലവുമായിട്ടോ വെള്ളക്കെട്ടുകളുമായിട്ടോ കോണ്ടാക്റ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലോട്ടെത്തും. നമ്മുടെ ശരീരത്തിൽ ഓപ്പൺ ആയിട്ടുള്ള പോസ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ നാവിലൂടെയോ കണ്ണ് നീരോ അല്ലെങ്കിൽ ഉമിനീര്, വായ, മൂക്ക്, കണ്ണ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും സെൻസിറ്റീവും ഓപ്പൺ ആയിട്ടും ഏതൊരു അണുക്കൾക്കും പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അതുവഴിയോ അല്ലെങ്കിൽ മെയിനായിട്ട് എലിപ്പനി, ഇതൊക്കെ സാധ്യതകളാണ്. ഇത് കൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമെന്ന് പറയുമ്പോഴും പ്രധാനമായിട്ട് എലിപ്പനി നമ്മളുടെ ശരീരത്തേക്ക് കൂടുതൽ കേസുകളും കണ്ടുവരുന്നത് നമ്മൾ ഏതെങ്കിലും വെള്ളക്കെട്ടുകളിൽ മോശ സാഹചര്യങ്ങളിലൊക്കെ ആയിട്ട് സമ്പർക്കം വരുമോ കോണ്ടാക്ട് വരുന്ന സമയത്ത് നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും സുഷിരങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ മോശപ്പെട്ട വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കാലിനടിയിലെ സ്കിന്നെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ അങ്ങ് സ്മൂത്തായിട്ട് വരും, കുറച്ചുകൂടി വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വരും. അങ്ങനെ നമ്മൾ ഈ വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് മുറിവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഈ രോഗാണു സ്ട്രെയിറ്റ് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എലിപ്പനി രോഗമായിട്ട് മാറുന്നത്. എലിപ്പനി രോഗത്തിന് പ്രധാനമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നുണ്ടാകുന്ന പനി, വിറയലുണ്ടാവുക, ഛർദിലുണ്ടാകുക, അതുപോലെ നല്ല തലവേദന, കണ്ണങ്കാൽ വേദന, മുട്ടിന് താഴോട്ടേക്ക് വേദന ഉണ്ടാകുന്ന അവസ്ഥ, കൈകാലുകളിലെ പേശികളിൽ ഉണ്ടാകുന്ന വേദന, കുറച്ചുകൂടി സിവിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞപ്പിത്തത്തിലോട്ട് എത്തിക്കും. കണ്ണിലൊരു ചുമപ്പ് കളർ വരും, നമ്മുടെ സ്കിന്നും യൂറിനും ഒക്കെ യെല്ലോ കളറാകും, യൂറിൻ്റെ അളവ് കുറയും. ഇതൊക്കെ തന്നെ എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ പെടുന്ന. അപ്പം ഇത്തരം ലക്ഷണങ്ങളായിരിക്കും ആദ്യം കാണിക്കുന്നുണ്ടാവുക. ഈ കണ്ണങ്കാലിലുള്ള വേദന അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ളൊരു വേദന, പേശി വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന പനി, വിറയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം വയ്ക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പം നമുക്കറിയാം, പനികൾ ഇപ്പോൾ ഒരു 100 വിധ പനികളുണ്ട് നമ്മുടെ ചുറ്റും. ഓരോ വർഷവും പുതിയ പുതിയ പനികൾ വന്നുകൊണ്ടേയിരിക്കുക, പുതിയ രോഗങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകത്തുള്ളൂ. ഒരുവിധം നമുക്ക് കേൾക്കുമ്പോൾ ഇന്ന രോഗമാണ്. നമുക്കൊരു ടെൻഡൻസി ഉണ്ട് പൊതുവേ, നമ്മുടെ ഉള്ള ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കുക, എനിക്ക് ഇന്ന രോഗമാണ് സ്വയം ചിന്തിച്ചെടുക്കുന്നൊരു പ്രവണത നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതേ ലക്ഷണം 1-2 ലക്ഷണം കണ്ട അയൽവക്കക്കാരെടുത്താൽ നിനക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കും അത് തന്നെ, എന്നാൽ എനിക്കും ആ പനി തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം അങ്ങ് ചിന്തിച്ചു കൂട്ടും. ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ താമസിക്കും. ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊണ്ടൊന്ന് കാണിക്കത്തില്ല, ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എലിപ്പനിയുടെ കേസിൽ അത് മരണകാരണമാകാൻ സാധ്യതയുള്ളൊരു, കൂടുതലും മരണത്തിലോട്ട് എത്തിക്കുന്ന ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു രോഗം തന്നെയാണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്. അതൊരു ജന്തു രോഗമാണ്. ഒരു ജന്തു ജീവജാലങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന ഒരു രോഗമാണ്.
ആ രോഗം പെട്ടെന്ന് നമ്മളെ മരണത്തിലോട്ട് എത്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയും ശ്വാസകോശത്തിനെയും കിഡ്നിയെയും കരളിനെ ഒക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം. അത്രയും സീരിയസ് ആയിട്ട് വേണം നമ്മൾ കാണാൻ. ഇത് ഇത്രയും സീരിയസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ രോഗം എന്താണെന്ന് അറിയണം. രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്ത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു കാര്യം ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയാൽ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാൻ പറ്റും. നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ചില രോഗങ്ങൾ പോലെ അല്ലെങ്കിൽ ചില പനികൾ പോലെ നമുക്ക് ഒത്തിരി സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസം എടുത്തിട്ട് പയ്യെ പോവാം, നാളെയും കൂടെ നോക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞ് നോക്കാമെന്ന് പറയുന്ന ഒരു സാവകാശം ഈ എലിപ്പനി ബാധിച്ചാൽ അങ്ങനെ കിട്ടുന്നില്ല. അത് പെട്ടെന്നായിരിക്കും. പെട്ടെന്നുണ്ടാകുന്നു പനി, പെട്ടെന്ന് കയറി ബോഡി വീക്കാവും, പെട്ടെന്ന് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ അതങ്ങ് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഡിലേ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ എലിപ്പനി എന്നല്ല ഞാൻ പൊതുവിൽ പറയുന്നത്, ക്ലാസ്സുകളൊക്കെ ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രോഗങ്ങൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം. അപ്പോൾ നമ്മൾ പ്രഡിക്ഷന് നിൽക്കാതെ അല്ലെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ നിൽക്കാതെ മറ്റുള്ളവരുടെ അഡ്വൈസ് വാങ്ങാൻ നിൽക്കാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനൊന്നും പോകാതെ സ്ട്രെയിറ്റ് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാം. അത് അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേലും പോയിട്ട് ഈ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് പകർച്ചവ്യാധിയാണോ പകരുന്നതാണോ. നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ ഇമ്മ്യൂണിറ്റി ലെവലായിരിക്കും, എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ നിസ്സാരം വെച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇതൊരു പകർച്ചവ്യാധിയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറച്ചിരിക്കുന്ന ആളിലായിരിക്കും പെട്ടെന്ന് പിടിക്കുക. ചിലപ്പോൾ ആദ്യം വന്ന ആളേക്കാൾ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ആൾക്കാർക്കും. ഈ ഇമ്മ്യൂണിറ്റി കുറച്ച് ലോ ലെവലിലുള്ള ആളെ ആയിരിക്കും കുറച്ചുകൂടി ഡേഞ്ചറായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക, കുറച്ചുകൂടി പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാനും നമ്മൾ സേഫായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും എല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സേഫായിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു രോഗത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുക. നമ്മുടെ പ്രൊഡിക്ഷൻസിൻ്റെ ഒക്കെ ഒത്തിരി അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആയിരിക്കും ഇപ്പോൾ വരുന്നുണ്ടാവും. കാരണം അത്രമേൽ പുതിയ രോഗങ്ങൾ ഓരോ ദിവസം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. സോ അത്രയും നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും ഇനീഷ്യൽ സ്റ്റേജിൽ എത്താൻ പറ്റും. ഏതൊരു രോഗമാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ എത്താൻ പറ്റും. അത്രയും പെട്ടെന്ന് നമുക്കത് പരിഹരിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് എലിപ്പനി പോലൊരു രോഗം മറ്റ് അസുഖങ്ങളെപ്പോലെയല്ല, ചില ആളുകളിൽ അത് പെട്ടെന്ന് സിംറ്റംസ് കാണിച്ച് പെട്ടെന്ന് ഇതങ്ങ് അഫക്റ്റ് ചെയ്ത് ഭയങ്കര പെട്ടെന്ന് ഒരു ഹൈ റിസ്ക് ലെവലിലോട്ട് അങ്ങ് പോകും. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ ലെവലിലോട്ട് പോകും. ചിലരുടെ കേസിൽ ചിലപ്പോൾ കുറച്ചുകൂടി സ്ലോ ആണ്, കുറച്ചുകൂടി ടൈം പീരീഡ് കിട്ടിയെന്ന് വരും. ഇതെല്ലാവരിലും ഒരുപോലെയല്ല. ആ തോട്ട് നമ്മൾ വയ്ക്കണം. ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്, ഇമ്മ്യൂണിറ്റി വ്യത്യസ്തമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമാണ്. അതിൻ്റേതായ ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നതിൽ ആ ഡിഫറൻസ് ഉണ്ടാവും. സോ ഏർലി ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ എത്താൻ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കാം. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ണിലൊക്കെ ഇറങ്ങുന്ന പൊതുവേ നമ്മൾ ഇതിങ്ങനെ കോണ്ടാക്റ്റ് വരാനുള്ള സാഹചര്യം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വെള്ളത്തിലായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വരിക, ഇങ്ങനെ പിന്നെ ഇതുപോലെ കന്നുകാലികളുടെയും മറ്റുമായിട്ടുള്ള യൂറിനുമായിട്ട് സ്ട്രെയിറ്റ് കോണ്ടാക്റ്റ് വരിക. നമ്മളിപ്പോൾ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പുറത്തോട്ട് ഇറങ്ങി പരിസരവുമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് വരും മണ്ണുമായിട്ടോ അല്ലെങ്കിൽ ഗ്രാസുമായിട്ടും ഒക്കെ നമുക്ക് സ്ട്രെയിറ്റ് കോണ്ടാക്റ്റ് വരിക. അത്തരം കാര്യങ്ങൾ വെള്ളക്കെട്ടായിട്ട് കോണ്ടാക്റ്റ് വരിക. ഇപ്പോൾ നമ്മൾ കന്നുകാലികളെ വളർത്തുന്നതാണെങ്കിൽ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോണ്ടാക്റ്റ് വരിക. ഇങ്ങനെയെല്ലാം ഇതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് അണുവെത്താനുള്ളത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം മലിനജലത്തിൽ ഇറങ്ങാതെ അതുമായിട്ട് സമ്പർക്കം വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ കാലിലോ കയ്യിലോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഒഴിവാക്കുക. ഇൻ കേസ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുക, ഇത് പറയുക. നമ്മൾ ലക്ഷണം കാണിക്കാതിരിക്കുകയോ രോഗം വരുമോ വരാതിരിക്കുകയോ നമ്മൾ കോണ്ടാക്റ്റ് വന്ന ഉടനെ ഹോസ്പിറ്റലിലെത്തി കാര്യം പറയാം. അവരതിനുള്ള പ്രതിരോധ മരുന്നുണ്ട്, ഡോക്സിസൈക്ലിൻ എന്ന് പറയും. അതിൻ്റെ മെഡിസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നില്ല. പൊതുവെ നമുക്ക് ടെൻഡൻസി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നെറ്റിൽ കാണുന്നത് കണ്ടിട്ട് സ്വയം വാങ്ങിച്ച് കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇത് അല്ലാതുള്ള ഫാർമസീസിലൊന്നും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഗവൺമെൻറ് ത്രൂ പോവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് അതിനുള്ള പ്രതിരോധ മരുന്ന് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അങ്ങനെ പ്രതിരോധ മരുന്ന് നമുക്ക് എടുക്കാവുന്നേ. സോ ഇങ്ങനൊരു കോണ്ടാക്റ്റ് ഉണ്ടായി ഉടനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അതിന് ബാക്കി നടപടി നമ്മൾ നോക്കണം. പിന്നെ ഒഴിവാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കന്നുകാലികളെയൊക്കെ വളർത്തുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്തരം പെറ്റ്സ് കൂടുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കന്നുകാലികളുടെ
കാറ്റിൽ ഷെഡിൽ കയറുന്ന സമയത്ത് നമ്മൾ ബൂട്ട്സ്, പറമ്പിലൊക്കെ പുല്ലൊക്കെ ചെത്താൻ പോകുന്ന സമയത്ത് കയ്യറകൾ, ബൂട്ട്സ് ധരിക്കുക. കന്നുകാലിയുടെ വളർത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബൂട്ട്സ് ധരിക്കണം. നമ്മൾ സ്ട്രെയിറ്റ് ഇതൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വരാതെ ശ്രദ്ധിക്കുക. തൊഴിലുറപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി പുറമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിസരവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആൾക്കാരൊക്കെ ഈ സുരക്ഷാ കയ്യുറകൾ അല്ലെങ്കിൽ കാലുറകൾ ധരിക്കാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും ഇതുമായിട്ട് ടച്ചിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതും ശ്രദ്ധിച്ചു തന്നെ പോരണം. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. നമുക്ക് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നായിരിക്കും ഇത് കിഡ്നിയും കരളിനെയൊക്കെ ബാധിക്കുക. മഞ്ഞപ്പിത്തം മെജോറിറ്റി ആൾക്കാരും മഞ്ഞപ്പിത്തം കാണിക്കും. ഇത് മരണ കാരണമാകുന്നൊരു രോഗമാണ്. അത്രയും ശ്രദ്ധ നമ്മൾ കൊടുക്കണം. മഴക്കാലത്ത് ഇതൊരു പതിവാണ് എലിപ്പനി രോഗങ്ങൾ പൊങ്ങി വരിക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും കേസ് നമുക്കറിയാം, നമ്മുടെ അറിവിലുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം മാളങ്ങൾ കാണുവാണെങ്കിൽ അത് അടയ്ക്കുക, ഭക്ഷണ വസ്തുക്കൾ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളെയും വീട്ടിലുള്ള മുതിർന്നവരെയും നമ്മളെല്ലാവരും ഇത്തരം മോശ സാഹചര്യങ്ങളിൽ നേരിട്ട് സമ്പർക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. സമ്പർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ മഴക്കാല രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലൊരു വീഡിയോ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കൊരു യൂസ് ആവുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള മറ്റ് പല മഴക്കാല രോഗങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമുക്ക് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന കുറച്ചുകൂടി നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ സച്ച് വീഡിയോസ്. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.